റോസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായെങ്കിലും ഇടയ്ക്ക് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് കാണിക്കാം എന്നുള്ളതിൽ ഇടുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഓർക്കിഡൊക്കെ ഇങ്ങനെ പൂവുണ്ടായി നിൽക്കുകയാണ്. കുറേയൊക്കെ പൂവുണ്ടായി കഴിഞ്ഞു. ഇതൊക്കെ കാണാൻ നല്ല ഇതല്ലേ. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ആദ്യം മരങ്ങളൊക്കെ വീണ് കുറേ ചെടികളൊക്കെ നഷ്ടമായി. വീണ്ടും ഓർക്കിഡിനൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ്. പിന്നെ ഈ ഓർക്കിഡ് നമ്മൾ വെക്കുമ്പോൾ അടിയിൽ നമ്മൾ വെള്ളം വെക്കണമെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ നമ്മളുടെ താമരക്കുളത്തിൻ്റെ അടുത്ത് തന്നെ ഈ ഓർക്കിഡ് വെച്ചു. അതുമ്മേ നിറയെ പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാനും ഭംഗി തന്നെയല്ലേ. ഇതിൽ നമ്മളുടെ താമരക്കുളത്തിൽ മീനൊക്കെ ഉണ്ട് കേട്ടോ. താമരയുടെ ഇലയൊക്കെ മീൻ അങ്ങനെ കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഇത് നല്ല ഭംഗിയല്ലേ. ഇത് നമുക്ക് വെള്ളത്തിൽ ഉണ്ടാവുന്നൊരു പൂവാണ് കേട്ടോ. നിറഞ്ഞിങ്ങനെ നിൽക്കണ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. നമുക്ക് നനയ്ക്കൊന്നും വേണ്ടല്ലോ, വെള്ളത്തിൽ തന്നെ ആവുമ്പോൾ. അതുപോലെ തന്നെ ഇത് വെള്ള ഓർക്കിഡാണ്. ഇതും നിൽക്കണ കാണാൻ നല്ല ഭംഗി തന്നെയല്ലേ. ഇത് വേറൊരു ഓർക്കിഡാണ്. പിന്നെ നമുക്കറിയാം, പൂക്കളുള്ള ചെടികൾക്ക് എപ്പോഴും വെയിലുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞാൻ ഇതേപോലെ തന്നെ ഇവിടുത്തെ മരമൊക്കെ പോയപ്പോൾ നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ ഈ ചെടീനെ ഇവിടെ നട്ടു കൊടുത്തു. അതപ്പോൾ ഇതിലൊക്കെ നിൽക്കുന്നത് കാണാൻ നമുക്ക് പെട്ടെന്നൊന്ന് വിചാരിക്കും നമ്മൾ ഇത് ഓർക്കിഡ് പൂവാണോ നിൽക്കണേന്ന് തോന്നിക്കും അകലെ. പക്ഷെ ഇതിലിങ്ങനെ ഫുള്ള് നിറഞ്ഞ് നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മുടെ റോസുമഴും നിറയെ പൂവുണ്ട് കേട്ടോ. വെള്ള റോസുമ്മ നിറയെ പൂവ് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗി തന്നെയാണ്. എപ്പോഴും നമുക്ക് പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. അതുപോലെ നമ്മുടെ ഉണ്ടമല്ലി എന്ന് പറയുന്നത്, നിങ്ങളുടെ അവിടെ എന്താ പേര് പറയണതെന്ന് അറിയില്ല. എല്ലാവരും ഉണ്ടമല്ലി തന്നെയാണോ പറയണതെന്ന് എനിക്കറിയില്ല. ഇതും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. വാടാർമല്ലി എന്നും പറയും അല്ലേ. അതിൻ്റെ കളറ് തോട്ടത്തിലിങ്ങനെ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ നമ്മളുടെ അടീനിയയിൽ പൂക്കൾ കാണാൻ ഭംഗി തന്നെയല്ലേ. ആന്തോറിയത്തിൻ്റെ പൂവും നമ്മളുടെ ഓർക്കിഡ് പോലെ തന്നെ കുറേ ദിവസം നിൽക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ആന്തോറിയത്തിൻ്റെ പൂവ് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. എനിക്കൊരു വലിപ്പമൊക്കെ ഉണ്ട്. ഇതിൻ്റെ വേറൊരു കളറാണ് ഇത്. ഇത് നല്ല ഭംഗി തന്നെയാണ്. പിന്നെ നമ്മളുടെ ബാറ്റ് ഓർക്കിഡാണിത്. അതിൻ്റെ പൂവ് അതിൻ്റെ കായൊക്കെ കണ്ടോ നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. ഈ പൂവും ഞാൻ ആദ്യമൊക്കെ ഇട്ടങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിൻ്റെ ഇലയും കാണാനും നല്ലൊരു ഭംഗിയാണ്. കണ്ടോ, ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ. ഗാർഡനിൽ ആ പച്ചയും അതിൻ്റെ ഇടയിലൊരു ക്രീമും അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല ഭംഗി തന്നെയാണ്. ഇതും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ. പിന്നെ നമ്മുടെ ബൊഗൈൻവില്ല ഈ സമയത്ത് നന്നായി പൂവുണ്ടായി നിൽക്കുന്ന ഒരു സമയമാണല്ലോ. ബൊഗൈൻവില്ലയുമ്പോഴും നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും പറയണ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പൂക്കളെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ലൈക്ക് ചെയ്യണേ. Thank you.